നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. സെപ്റ്റിക് ടാങ്ക് വിഷയം അതാണ് നമ്മുടെ ബിഗ് ബോസിലെ ഏറ്റവും വൈറൽ കണ്ടന്റ് എന്നുള്ള രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി മോർണിംഗ് ടാസ്ക് നടക്കുന്നതിനിടയ്ക്ക് തേർഡ് എപ്പിസോഡിൽ ബിഗ് ബോസ് വളരെ നർമ്മപരമായിട്ടൊരു ടാസ്ക് കൊടുത്തതാണ്. ഓമനപ്പേര് വിളിക്കുക, ഓമനപ്പേര് നിങ്ങൾക്ക് എന്താണ് ഓരോരുത്തർക്ക് ഇടാൻ പറ്റുന്നതെന്നുള്ള രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ നടന്നു. സോ അതിനെ ബേസ് ചെയ്തിട്ട് 1 by 1 ഓരോ കണ്ടസ്റ്റൻസും വന്ന് അവരുടെ ഓരോരുത്തരെയും വിളിച്ചു. അതായത് ഹേറ്റ് ചെയ്യുന്ന ഒരാളെയും അത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളെയും എന്ത് ഓമനപ്പേരിൽ വിളിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളതാണ് ബിഗ് ബോസിൻ്റെ ഒരു ടാസ്ക്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ഓരോരുത്തരും കുറച്ച് ക്യൂട്ടായിട്ടുള്ള പേരുകളും കുറച്ച് ഇപ്പം ഈവൻ ഹേറ്റേഴ്സ് ആണെങ്കിലും അധികം ഇറിറ്റേറ്റ് ആവാത്ത ആ ഒരു വ്യക്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഓമന പേര് കൊടുക്കുകയാണ് ചെയ്തത്. ചിലർ പാവക്കുട്ടി മീൻസ് ചിത്രശലഭത്തിനെ പോലെ എന്നുള്ളത് പറയുന്നുണ്ട്, പാവക്കുട്ടീനെ പോലെ എന്നുള്ളത് പറയുന്നുണ്ട്. ചിലർ മീൻസ് പുഴു എന്ന് ഉപയോഗിക്കുന്നു, ചൊറിയാൻ പുഴു, അങ്ങനെ ഹേറ്റേഴ്സ് ലെവലിലുള്ള. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ അക്ബർ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ്, പുള്ളിക്കാരൻ സ്ട്രൈറ്റ് അവേ വന്നിട്ട് കുറച്ച് ഇഷ്ടമുള്ള ആൾ പറയുന്നുണ്ട്. പക്ഷേ ഇഷ്ടമല്ലാത്ത നമ്മുടെ രേണു സുധി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ ബേസ് ചെയ്തിട്ട് പറയാണ് ഷീസ് വെരി ടോക്സിക്. അത് കണക്ക് തന്നെ വിളിച്ച പേരാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഒരു പേര്, സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ ഒരു വ്യക്തിനെ കോൾ ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഗുഡ്. എനിക്ക് തോന്നുന്നില്ല അതിപ്പം സ്ത്രീയെന്നോ പുരുഷനെന്നോ അല്ല, ഒരു ഹ്യൂമണിനെ സെപ്റ്റിക് ടാങ്ക് എന്നുള്ളത് വെച്ചിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളത് അത് വളരെ മോശമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. പുള്ളിക്കാരൻ അത് ഏത് രീതിയിൽ അതിനെ സോറി പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ആ ടൈമിൽ ഇത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, ആ വ്യക്തിക്ക് കിട്ടിയ ഫീല്. സോ വി കാണ്ട് ഏബിൾ ടു, നമുക്കതിന് പകരം വയ്ക്കാനൊന്നുമില്ല. മെൻ്റലി അത് ഭയങ്കരമായിട്ട് ഷോക്കായി കാണാം. പിന്നെ ഔട്ട് ഓഫ് എന്തോ ഒരു ധൈര്യത്തിൽ പുള്ളിക്കാരത്തി അത് കൂളായിട്ട് വിട്ടിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ എങ്കിൽ കൂടി രേണു സുധിയുടെ പെയിൻ, പിന്നീട് രേണു സുധി കരഞ്ഞു മറിക്കുകയോ ഒന്നും അല്ല ചെയ്തത്. ജസ്റ്റ് സ്വന്തമായിട്ട് അതിൻ്റെ വിഷമം ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോസസ്സ് ആൾ സ്വയം പറയുക, ആളുടെ ഇതൊക്കെ പറയുക എന്നുള്ളതാണ്. പിന്നീട് ഒരു ഇൻസിഡൻറ്റ് കണ്ടത്, നമ്മുടെ ഇൻസിഡൻറ്റ് ഇൻ ദ സെൻസിനോ ഇതിനെ റിലേറ്റ് ചെയ്ത് രേണു സുധി സരിക, ഷാരിക, മറ്റേ നിവിൻ അവരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഞാനിതിൽ കോമൺ ആയിട്ടുണ്ട്, ഇതൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുള്ളത് അവിടെ വെച്ചിട്ടൊന്ന് അത് മേ ബി ആ ടാസ്ക് കഴിഞ്ഞിട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് അതിനൊരു പൊളൈറ്റായിട്ടുള്ളൊരു ഹെൽത്തി ഡിസ്കഷൻ കൊടുത്തിട്ട് അക്ബർ ചെയ്തത് റോങ് ആണ് എന്നുള്ളത്. എന്താണ് ശരിക്കും അക്ബർ ഈ ഒരു ടൈപ്പ് ഓഫ് ആക്ടിവിറ്റിയിലോട്ട് ഉദ്ദേശിച്ചത്? സോ ഓക്കെ, ഗെയിമിംഗ് പവർ ഒക്കെ ഗുഡാണ്, ബട്ട് ഹ്യൂമൻസ് ആർ ഹ്യൂമൻസ്. അവരുടെ വാല്യൂസിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ്സുകളെ പാടുള്ളൂ. അതല്ലാതെ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ സോ ഐ ഡോണ്ട് തിങ്ക് എവറിബഡി സപ്പോർട്ട് ദിസ് സെക്ട്. സോ എനിക്ക് തോന്നുന്നു അത് കാരണത്താൽ രേണു സുധിക്ക് വോട്ടിംഗ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബട്ട് ജെന്യൂനി ആയ ഒരു സപ്പോർട്ട് ആ ഷോയിൽ വന്നതിന് ശേഷം പുള്ളിക്കാരത്തി ഈ പറയുന്ന എന്ത് നെഗറ്റീവ് ടോക്സിക് ക്യാരക്ടറിസ്റ്റിക്സാണ് കാണിച്ചത്. ആളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റ്സ് ഉണ്ടെങ്കിൽ പ്രോപ്പർ വേയിൽ ഷീ ഈസ് റെസ്പോണ്ടിങ്, ഷീ ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ്, ഷീ ഈസ് ഡിസ്കസിങ്, ഷീ ഈസ് ആക്റ്റീവ്. എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ്. പിന്നെ ആളുടേതായിട്ടുള്ളൊരു ഗെയിം പ്ലാൻ കാണും. ആക്റ്റീവ് മീൻസ് എല്ലാ ഗെയിം പ്ലാനും വന്ന് 2 ദിവസത്തിനുള്ളിൽ എടുത്ത് വിതരണമെന്നൊന്നും പറ്റത്തില്ലല്ലോ. ജപ്പാൻ ശരത്തൊക്കെ ഒരു കാര്യം ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, എന്താ പ്രഡിക്ഷൻസ് പുറത്ത് നിന്ന് പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ കണ്ടപ്പോഴത്തേക്ക് അപ്പാന ശരത്തിനേക്കായും ഒരു ഹൈപ്പ് രേണു സുധി വരുന്നതിലാണ്, എന്നെക്കായും ഒരു ഹൈപ്പ് എന്നുള്ളത്. അതൊക്കെ ശരിക്കും ഒരു സെൽഫ് ഡിക്ലറേഷനാണ്. ആളൊരു ഹൈ ഫേമാണ്, പുള്ളിക്കാരന് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റുള്ളവർ. ദറ്റ് ഇസ് ഓൾസോ റോങ്. അത് കണക്ക് തന്നെ രേണു സുധി വേസ്റ്റ് ആണെന്നുള്ളതൊക്കെ ഇല്ലേ, ഹൂ ഡിസൈഡ് ഹൂ ഈസ് വേസ്റ്റ്? എനിക്ക് തോന്നുന്നു രേണു സുധിയുടേതായിട്ടുള്ള അഭിപ്രായം പുള്ളിക്കാരത്തി ഓക്കെ, പേഴ്സണൽ ലൈഫ് നമ്മളിവിടെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതിനകത്ത് ഹൗസിനുള്ളിൽ എന്തൊക്കെയാണോ അവർ ഇൻവോൾവ് ചെയ്തത്, എന്തൊക്കെ ആക്ടിവിറ്റീസിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എന്നുള്ളതാണല്ലോ നമുക്ക്
ഇവാലുവേറ്റ് ചെയ്യേണ്ട കൺസേൺ, അതാണല്ലോ ഓരോരുത്തരും ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഇപ്പം അനീഷ് എടുത്ത് പറഞ്ഞപ്പോൾ അടുത്തിരുന്ന് ആര്യനിരുന്ന് സ്മൈൽ ചെയ്യുകയെന്ന്, ഇതൊക്കെ റെസ്പോണ്ട് ചെയ്യുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, അതല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് തന്നെ പുകഴ്ത്ത് മറ്റൊരാളെ താഴ്ത്തി കെട്ടുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ആ സമയത്തൊക്കെയാണ് പ്രതികരണം എന്നുള്ളത് വേണ്ടത്. ഇപ്പം അതിൽ പ്രതികരണം പ്രോപ്പറായിട്ട് ചെയ്ത ഒരാൾ ഇതുമായിട്ട് റിലേറ്റഡ് അല്ലെങ്കിലും നമ്മുടെ ടാസ്കിൻ്റെ ഈ ഗോൾഡ് കോയിൻ എടുത്തതിൻ്റെ കണക്റ്റഡ് ആയിട്ടൊരു സംഭവം നമ്മുടെ മെയിൻ ഹോളിൽ നടന്ന സമയത്ത് നമ്മുടെ ഒരു പേരെന്താ അനീഷ് അവിടെ നിന്ന് എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് അനീഷിൻ്റെ പോക്കറ്റിൽ എന്തോ കൈയിട്ടു ആര്യൻ. അപ്പം അനീഷ് പറഞ്ഞു നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റി ശരിയായില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു. എന്തോ അനീഷ് റോങ് വേർഡ്സ് എന്തോ യൂസ് ചെയ്തിട്ട്. പക്ഷേ ഷാരിക അപ്പം പറഞ്ഞു എന്തിനാ അനീഷിൻ്റെ പോക്കറ്റിൽ കൈയിടാനായിട്ട് പോയി, അവരുടെ പെർമിഷൻ ഇല്ല എന്നുള്ളത് ഷാരിക എതിർത്തു. അപ്പം അതുപോലെ ഷാരിക രേണുവിൻ്റെ ഇൻസിഡൻസിലും രേണു അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഷാരികയ്ക്ക് ഒരു കോൺവെർസേഷൻ ടൈം കിട്ടിയപ്പോൾ പറയേണ്ടതായിരുന്നു. ഇൻ മോർണിംഗ് ടാസ്കിൽ ഇറ്റ് സെൽഫ് അവർ പറയാത്തത് ഷാരിക മാത്രമല്ല വേറെ ആരും. ഞാൻ ഷാരിക ഇങ്ങനെ വേറെ കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കുന്ന ഒരാളായതുകൊണ്ട് പറഞ്ഞതാണ്, അതല്ല ആരും പ്രതികരിച്ചിട്ടില്ല. രേണു ആയതുകൊണ്ടാണോ? രേണു എന്ന് പറയുന്ന ഒരു ആൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ട്രാറ്റജി. അപ്പോൾ സരിക, ഷാരിക, നവീൻ എന്തൊരു ശരിയായിരുന്നു ഈ പറയുന്ന രേണു ഇങ്ങനെ ഒരു വിഷമം വന്ന് അവരുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത്. സോ ബിഗ് ബോസ് ഇങ്ങനെയുള്ള ഹ്യൂമൻസ് ഹ്യൂമിലിയേഷൻസ് ഷുഡ് ക്വസ്റ്റ്യൻ. ലാലേട്ടൻ്റെ എപ്പിസോഡ്സിൽ ഷുഡ് ക്വസ്റ്റ്യൻ ഇറ്റ്. ഓൾവേസ് സപ്പോർട്ട് രേണു സുധീസ് ആക്ട്. സപ്പോർട്ട് എന്ന് വെച്ചാൽ 100% സപ്പോർട്ട് അങ്ങനെ കൊടുക്കുന്നതല്ല, ജെന്യുവൻ സോളാണെന്നുള്ള രീതിയിലുള്ള ആക്ട്സാണ് ആൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്റ്റീവാണ് എല്ലാ കാര്യങ്ങളും. മറ്റുള്ള ഈ പറയുന്ന ഓവർ ആക്ട് ചെയ്തിട്ട് ഓവർ സ്റ്റെപ്പ് ചെയ്തിട്ട് കുറച്ച് ബിഹേവിയറൽ ആറ്റിറ്റ്യൂഡ്സുകൾ കാണിക്കുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ ജസ്റ്റ് ലീവ്. ആൾക്കാർ കളിക്കാൻ അറിയാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ ഈ പറയുന്ന അതിനകത്ത് കയറുമ്പോഴത്തേക്കോ പലർക്കും പലതും എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊന്നും പഠിച്ചിട്ട് പോകുന്നൊന്നുമില്ലല്ലോ. പഠിച്ചിട്ട് പോയാൽ വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ലല്ലോ. സോ അക്ബർ ഇസ് എ കൾപ്രേറ്റ് റൈറ്റ് നോ. പുള്ളിക്കാരൻ വെറുതെ പുള്ളിക്കാരൻ്റെ കുഴി തോണ്ടിയിട്ടേക്കുന്നല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അക്ബർ ഇപ്പം ചെയ്ത ആക്ഷൻ വിച്ച് ഈസ് നോട്ട് എ റൈറ്റ് തിങ്സ്. താങ്ക് യു വ്യൂവേഴ്സ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. കമൻറ്റ് ഷെയറൊക്കെ ചെയ്യാൻ പറ്റി ചെയ്തോ. കമൻറ്റ് കൂടെ ചെയ്യാൻ പറ്റും. കമൻറ്റ് ഓൾറെഡി പറഞ്ഞല്ലേ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, സീ യു, ലവ് യു.